प्रणामम। जय राधा माधवा कुंज विहारी, जय राधा माधवा कुंज विहारी, जय गोपीचन वल्लभा, जय गिरिधरधारी, जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन। यमुनातीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज विहारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम राम हरे हरे, जय राधा माधव राधा माधव राधे, जय राधा गोपीनाथ राधा गोपीनाथ राधे, जय कृष्ण बलराम जय कृष्ण बलराम, जय कृष्ण बलराम जय कृष्ण बलराम, जय जगन्नाथ जय बलदेवा, जय सुभद्रा जय सुदर्शन, जय गौरनिताय जय गौरनिताय, जय गौरनिताय जय गौरानि, जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह, जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह, जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद, जय जय गुरुदेव गुरुदेव गुरुदेव, जय जय गुरुदेव। जय विष्णुपाद दिव्य ग्रेस श्री भक्तिवेदांत स्वामी श्री प्रभुपाद की जय। जय विष्णुपाद परमहंस प्रभु जगच्चार्य श्रोत्र दिव्य ग्रेस भक्ति सिद्धांत सरस्वती गोस्वामी प्रभुपाद महाराज की जय। पूरी वैष्णव वृंद की जय। नमाचार्य श्री हरिदास ठाकुर की जय। प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद की जय। श्री श्री राधा कृष्ण गोपनाथ श्याम राज गौर मथुरा वृंदावन धाम की जय। जगन्नाथ धाम की जय। नवदीप धाम की जय।
गंगा मई जमुना मई की जय, भक्ति देवी की जय, तुलसी महारानी की जय, समवेद भक्त वृंद की जय, हरिनाम संकीर्तन की जय, हरिनाम संकीर्तन महायज्ञ की जय। ताई को प्रेमानंद देवी। All glory to the Lord. All glory to the Lord. All glory to the Lord. All glory to Shri Guru Gobind. All glory to Shri God. All glory to Shri Guru. Hare Krishna. നമുക്ക് മംഗളാചരണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. പരീക്ഷ മധുജി, ഇന്ന് എൻ്റെ കയ്യില് മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോ ആരെങ്കിലും ഒന്ന് മലയാളം ഒന്ന് വായിക്കണം. ഞാൻ ശ്ലോകം വായിക്കാം, അതിനുശേഷം അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. മാജി ഗർഭി മാജി ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോ നമുക്ക് ആദ്യം ശ്ലോകം വായിക്കാം. ശ്രീമദ് ഭാഗവതം അധ്യായം സ്കന്ധം 1, 8ാമത്തെ അധ്യായം, ശ്ലോകം 26. ജന്മൈശ്വരശ്രുതശ്രീഭിർവേദമാനാമധഃ പുമാൻ നൈവാർഹത്യതിധാതും വൈ ത്വം അകിഞ്ചന ഗോചരം. ജന്മൈശ്വരശ്രുതശ്രീഭിർവേദമാനാമധഃ പുമാൻ നൈവാർഹത്യവിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. വായിച്ചോളമ്മ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സനാതനമായ ആത്മീയധാമം പ്രാപ്തമാക്കുക വളരെ ലളിതമാണ്. പക്ഷേ നശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അങ്ങയെ പ്രാപിക്കുക അത്യന്തം പ്രയാസകരമാകുന്നു. സ്വന്തം വംശം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്മരിക്കുവാൻ കഴിയാത്തതിനാൽ അവർക്കെന്നും അങ്ങ് അപ്രാപ്യൻ തന്നെയായിരിക്കും. ഭാവാർത്ഥം: സമ്പന്ന കുടുംബത്തിലുള്ള ജനനം, അളവറ്റ സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ആകർഷകമായ ശരീര സൗന്ദര്യം എന്നീ ഭൗതിക ഐശ്വര്യങ്ങളെ സ്വായത്തമാക്കുവാൻ എല്ലാ ഭൗതികവാദികളും ഭ്രാന്തമായി പരിശ്രമിക്കുന്നു. മാത്രവുമല്ല, ഇത് ഭൗതിക സംസ്കാര പുരോഗതിയായി അറിയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം ഭൗതിക ഐശ്വര്യങ്ങൾ കൈവരുന്നതിന്റെ ഫലമായി ഒരാൾ മതോന്മത്തനായി തീരുന്നു. അത്തരം ഭൗതിക ഡമ്പുള്ള വ്യക്തികൾക്ക് ഭക്തിപൂർവം ഭഗവാനെ അല്ലയോ ഗോവിന്ദ എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിവില്ലാതായി തീരുന്നു. ഭഗവാന്റെ ദിവ്യനാമം ഒരിക്കൽ മാത്രം ഉച്ചരിക്കുക വഴി ഒരു പാപിയാൽ ചെയ്യാൻ കഴിയുന്നത്ര പാപത്തേക്കാൾ അധികം പാപങ്ങളിൽ നിന്നും വിമോചനം ലഭിക്കുന്നുവെന്ന് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ പ്രസ്താവനയിൽ ലേശം പോലും അതിശയോക്തിയില്ല. പരമാർത്ഥത്തിൽ ഭഗവാന്റെ ദിവ്യനാമത്തിന് അത്തരം ശക്തിമത്തായ വീര്യമുണ്ട്. എന്നാൽ അത്തരം ഭാഷിതങ്ങൾക്ക് ഒരു ഗുണനിലവാരമുണ്ട്. അത് ഭാവത്തിന്റെ മേന്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകുന്നു. നിസ്സഹായനായ ഒരാൾ ഭാവനിർഭരമായി ഭഗവാന്റെ പവിത്രനാമത്തെ ഉച്ചരിക്കുന്നു. നേരെ മറിച്ച് നിറഞ്ഞ ഭൗതിക സംതൃപ്തിയോടെയുള്ള അതേ നാമോച്ചാരണം അത്രത്തോളം ആത്മാർത്ഥതയുള്ളതല്ല. ഭൗതിക ഗർവുള്ള വ്യക്തി കാര്യവശാൽ ഭഗവാന്റെ ദിവ്യനാമജപം നടത്തിയേക്കാം. എന്നാൽ ഗുണമേന്മയോടുകൂടി ദിവ്യനാമജപം നടത്തുവാൻ അയാൾ അയോഗ്യനാണ്. ആകയാൽ ഉന്നത കുലം, 2 സമ്പത്ത്, 3 ഉന്നത വിദ്യാഭ്യാസം, 4 വശ്യമായ സൗന്ദര്യം എന്നീ 4 ഭൗതിക നേട്ടങ്ങൾ ആത്മീയ പുരോഗമന പാതയിലേക്കുള്ള ഉന്നമനത്തിന് അയോഗ്യതകളാണെന്ന് പറയാം. അനാരോഗ്യകരമായ ശരീരത്തിന്റെ ബാഹ്യലക്ഷണമാണ് പനി എന്നതുപോലെ അത്രത്തോളം ശുദ്ധ അശരീരാത്മാവിന്റെ ബാഹ്യലക്ഷണമാണ് ഇത്തരം ആവരണങ്ങൾ. പനിയുടെ തോത് ന്യൂനീകരിക്കുകയും കടുത്ത പ്രവൃത്തികളാൽ അതിനെ പ്രകോപിക്കാതിരിക്കുകയും ചെയ്യുകയാണ് സാമാന്യ പ്രക്രിയ. ആത്മീയ പുരോഗതി പ്രാപിച്ചവരെ ചിലപ്പോഴൊക്കെ ഭൗതികപരമായി ദരിദ്രരായി നാം കണ്ടേക്കാം.
അത് നിരുത്സാഹപ്പെടുത്തലല്ല. അന്യഥ അത്തരം ദരിദ്രാവസ്ഥ ശരീരോഷ്മാവ് കുറയുന്നത് പോലെ ഒരു നല്ല ലക്ഷണമാകുന്നു. ജീവിത ലക്ഷ്യത്തെ അതിരേകമായി വ്യാമോഹത്തിലേക്ക് നയിക്കുന്ന ഒരാളുടെ ഭൗതിക ഉന്മത്തതയെ ന്യൂനീകരിക്കുകയാവണം ജീവിതത്തിന്റെ തത്വം. അധികതരമായി വ്യാമോഹിതരായ വ്യക്തികൾ ഭഗവത് രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തികച്ചും അയോഗ്യരാകുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. അടുത്ത ശ്ലോകം കൂടി വായിക്കാം. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യ പതയെ നമഃ. അപ്പോ അത് വായിച്ചോളാം. ഇനി അല്ല, ഇത് ചൊല്ലി കഴിഞ്ഞ പ്രഭു പദ്യം ചൊല്ലി കഴിഞ്ഞോ? വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. ഭൗതികമായ ദരിദ്രരായവരുടെ സമ്പത്തായ അങ്ങേക്ക് എൻ്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും ഏകാത്വവാദികളുടെ അധിപനുമാകുന്നു. ഭാവാർത്ഥം. ശ്രീപ്രഭുപാദ് കി ജയ്. യാതൊന്നും തന്നെ സ്വന്തമായി ഇല്ലാതാകുന്ന ഉടൻ ഒരു ജീവസത്തയുടെ നിലനിൽപ്പ് അവസാനിക്കുന്നു. ആകയാൽ ശരിയായ അർത്ഥത്തിൽ ഒരു ജീവസത്തയ്ക്ക് ഒരു പരിത്യാഗിയാകാൻ കഴിയില്ല. അധികതരമായി മൂല്യമുള്ള ഒന്നിനെ സ്വായത്തമാക്കാനായി ജീവസത്ത ചിലതിനെയൊക്കെ പരിത്യജിക്കുന്നു. നല്ല വിദ്യാഭ്യാസം പ്രാപ്തമാക്കാനായി ഒരു വിദ്യാർത്ഥി ബാലസഹജമായ വാസനകളെ പരിത്യജിക്കുന്നു. മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ഒരു തൊഴിലാളി തന്റെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നു. അതുപോലെ ഒരു ഭക്തൻ ഭൗതിക ലോകത്തെ പരിത്യജിക്കുന്നത് വെറുതെയല്ല, ആധ്യാത്മിക മൂല്യത്തിൽ മികച്ച വാസ്തവികമായ മറ്റൊന്നിന് വേണ്ടിയാണ്. ശ്രീല രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ശ്രീ രഘുനാഥദാസ ഗോസ്വാമിയും മറ്റുള്ളവരും ലൗകികമായ പ്രതാപവും സമൃദ്ധിയും എല്ലാം ഭഗവത് സേവനത്തിനായി ഉപേക്ഷിച്ചു. ലൗകികാർത്ഥത്തിൽ അവരൊക്കെ പ്രമുഖ വ്യക്തികളായിരുന്നു. രൂപ സനാതന ഗോസ്വാമിമാർ ബംഗാളിൽ സർക്കാർ സേവനത്തിലുള്ള മന്ത്രിമാരായിരുന്നു. ശ്രീ രഘുനാഥദാസ ഗോസ്വാമി അക്കാലത്തെ പ്രമുഖ ജമീന്ദാറിന്റെ പുത്രനായിരുന്നു. എന്നാൽ മുമ്പ് കൈവശമുണ്ടായിരുന്നതിനേക്കാൾ അധികം മെച്ചമായ ഒന്നിനെ സ്വായത്തമാക്കാനായി അവർ സർവവും പരിത്യജിച്ചു. ഭക്തർ സാധാരണയായി ഭൗതിക സമൃദ്ധി ഇല്ലാത്തവരാകുന്നു. എന്നാൽ അവർക്ക് ഭഗവത് ചരണകമലങ്ങളാകുന്ന അതീവ രഹസ്യമായ നിധി സംഭരണമുണ്ട്. ശ്രീല സനാതന ഗോസ്വാമിയെ കുറിച്ച് ഹൃദ്യമായ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ചിന്താമണിക്കല്ലുണ്ടായിരുന്നു. ഈ രത്നം അദ്ദേഹം ഒരു ചവറുകൂനയിലാണ് നിക്ഷേപിച്ചിരുന്നത്. ആവശ്യക്കാരനായ ഒരാൾ അത് എടുക്കുകയും പിന്നീട് അതുകൊണ്ട് അത്തരം അമൂല്യമായ ഒന്നിനെ ചവറുകൂനയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തു. ആകയാൽ അദ്ദേഹം സനാതന ഗോസ്വാമിയോട് ഏറ്റവും വിലപ്പെട്ട വസ്തു വേണമെന്ന് ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ദിവ്യനാമം നൽകപ്പെട്ടു. അകിഞ്ചന എന്ന പദത്തിന് ഭൗതികമായി യാതൊന്നും പ്രദാനം ചെയ്യാനില്ലാത്തവൻ എന്ന അർത്ഥമാകുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ അഥവാ മഹാത്മാവ് ഭൗതികമായ യാതൊന്നും തന്നെ ആർക്കും നൽകുന്നില്ല. എന്തെന്നാൽ അദ്ദേഹം ഭൗതികമായ സർവ്വ സ്വത്തുക്കളും നേരത്തെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ സർവോന്നത സമ്പത്തായ പരമദിവ്യോത്തമ പുരുഷനെ പ്രദാനം ചെയ്യുവാൻ ഒരു ഭക്തന് കഴിയും. കാരണം അദ്ദേഹം മാത്രമാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ സ്വത്ത്. ചവറുകൂനയിൽ അറിയപ്പെട്ടിരുന്ന സനാതന ഗോസ്വാമിയുടെ ചിന്താമണിക്കല്ല് അദ്ദേഹത്തിന്റെ സ്വത്തായിരുന്നില്ല. അല്ലാത്ത പക്ഷം അതിനെ അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുമായിരുന്നില്ല. ഭൗതിക അഭിലാഷങ്ങളും ആത്മീയ പുരോഗതിയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഒരു നവഭക്തനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഒരു സവിശേഷ ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നത്. സർവ്വതിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ആത്മീയമായി കാണുവാൻ കഴിയാത്ത പക്ഷം ഒരാൾ ജഡത്തെയും ചേതനത്തെയും വേർതിരിച്ചറിയണം. ശ്രീല സനാതന ഗോസ്വാമിയെ പോലുള്ള ആത്മീയ ഗുരുക്കന്മാർക്ക് സർവ്വതിനെയും ആത്മീയമായി ദർശിക്കുവാൻ സാധിക്കുമെങ്കിലും നമുക്ക് അത്തരം ആത്മീയ ദൃഷ്ടി ഇല്ലാത്തതിനാൽ നമുക്ക് വേണ്ടി മാത്രമാണ് ഈ ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും വായിക്കുന്ന പ്രഭു? വായിക്കണോ അതോ ഞാൻ തന്നെ വായിക്കട്ടോ? വായിക്കട്ടോ? വായിക്കണം.
ഭൗതിക വീക്ഷണം അഥവാ ഭൗതിക സംസ്കാര പുരോഗതി ആത്മീയ പുരോഗതിക്ക് വലിയ പ്രതിബന്ധമാകുന്നു. അത്തരം ഭൗതിക പുരോഗതി ജീവസത്തകളെ ഭൗതിക ശരീരമെന്ന ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം ഭൗതിക പുരോഗതിയെ അനർത്ഥം അഥവാ അനാവശ്യ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് വാസ്തവമാണ്. ഇന്നത്തെ ഭൗതിക വികസന പശ്ചാത്തലത്തിൽ ഒരാൾ ഉയർന്ന വിലയ്ക്ക് ലിപ്സ്റ്റിക് വാങ്ങി ഉപയോഗിക്കുന്നു. ഇതുപോലെ ഭൗതിക ജീവിത സങ്കല്പത്തിന്റെ ഉൽപ്പന്നമായ നിരവധി അനാവശ്യ വസ്തുക്കളുണ്ട്. അപ്രകാരം അനേകം അനാവശ്യ വസ്തുക്കളിൽ ശ്രദ്ധ തിരിക്കയാൽ മാനവ ജീവിതത്തിന്റെ പരമപ്രധാന ആവശ്യമായ ആത്മീയ സംസ്കാരം മറ്റൊരു ദൃഷ്ടാന്തം ആത്മീയ സംസ്കാരം സാക്ഷാത്കാരം പ്രാപ്തമാക്കാതെ മാനവശക്തി പാഴാക്കുന്നു. ഊർജം പാഴാക്കുന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തം ചന്ദ്രനിൽ എത്തിച്ചേരാനുള്ള മനുഷ്യന്റെ പരിശ്രമമാകുന്നു. ചന്ദ്രനിൽ എത്തിച്ചേരുന്നുവെങ്കിൽ തന്നെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഫലത്തിൽ യാതൊരു ഭൗതിക സ്വത്തുക്കളും ഭഗവത് ഭക്തന്മാർക്കില്ലാത്തതിനാൽ അവരെ അകിഞ്ചനന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരം ഭൗതിക സ്വത്തുക്കളെല്ലാം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അവ ആത്മീയ ശക്തിയെ പാഴാക്കുന്നു. ആകയാൽ ഭൗതിക പ്രകൃതിയുടെ അത്തരം ഉൽപ്പന്നങ്ങൾ നാം എത്രത്തോളം കുറച്ച് ഉടമസ്ഥതയിൽ വയ്ക്കുന്നുവോ അത്രത്തോളം അധികൃതരുമായി ആത്മീയ പുരോഗതിക്കുള്ള ഒരു നല്ല അവസരം നമുക്കുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭൗതിക കർമ്മങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല. ഭഗവാന്റെ സർവകർമ്മങ്ങളും ലീലകളും ഭൗതിക ലോകത്തിൽ പ്രദർശിപ്പിച്ചവയെങ്കിൽ തന്നെയും ആത്മീയമായവയാണ്. അപ്രകാരം അവയെല്ലാം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബാധിതമല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അദ്ദേഹത്തിന്റെ സർവകർമ്മങ്ങളും ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന്റെ ആവിർഭാവവും തിരോഭാവവും പോലും അതീന്ദ്രിയങ്ങളാണ്. ഇത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരുവൻ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജന്മം എടുക്കുന്നില്ല, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുന്നു. ഭൗതിക രോഗാവസ്ഥയ്ക്ക് ഹേതു ഭൗതിക പ്രകൃതിക്ക് മേലുള്ള അഭിനിവേശവും ആധിപത്യവുമാകുന്നു. ഈ അഭിനിവേശം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നവയാണ്. അത്തരം മിഥ്യാസ്വാദനത്തിൽ ഭഗവാനോ ഭഗവത് ഭക്തന്മാർക്കോ ആസക്തിയില്ല. ആകയാൽ ഭഗവാനെയും ഭക്തരെയും നിവൃത്ത ഗുണവൃത്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ഒരിക്കലും ആകർഷിതനാകാത്തതിനാൽ ഉത്തമ നിവൃത്ത ഗുണവൃത്തി പരമപുരുഷനായ ഭഗവാനാകുന്നു. അതേസമയം ജീവസത്തുക്കൾക്ക് അത്തരം പ്രവണതയുമുണ്ട്. അവരിൽ ചിലർ ഭൗതിക പ്രകൃതിയുടെ മായിക ആകർഷണത്തിന്റെ കെണിയിൽ അകപ്പെടുന്നു. പരസ്പര പൂരകമായി ഭഗവാൻ ഭക്തരുടെയും ഭക്തർ ഭഗവാന്റെയും സ്വത്താകുന്നു. ആകയാൽ ഭക്തർ നിശ്ചയമായും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീന്ദ്രിയരാണ്. സ്വാഭാവികമായ നിർണയമാണത്. അല്ലെങ്കിൽ ഔത്സുക്യമോ ഊഹാഭോഗമോ കാരണമോ ക്ലേശങ്ങളുടെയോ ദാരിദ്ര്യത്തിന്റെയോ പ്രശമനത്തിനായോ ഭഗവാനെ സമീപിക്കുന്ന മിശ്ര ഭക്തരിൽ തികച്ചും വിഭിന്നരാണ് അത്തരം കലർപ്പുറ്റ ശുദ്ധഭക്തൻ. ശുദ്ധഭക്തരും ഭഗവാനും പരസ്പരം അതീന്ദ്രിയമായി സ്നേഹബദ്ധരാണ്. മറ്റുള്ളവരോട് ഭഗവാന് പ്രതിപ്രവർത്തനം ചെയ്യേണ്ടതായി യാതൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ ആത്മാരാമ അഥവാ സ്വയം സംതൃപ്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വയം സംതൃപ്തനാകയാൽ അദ്ദേഹം ഭഗവത് അസ്തിത്വത്തിൽ സംലയിക്കുവാൻ കാക്ഷിക്കുന്നു. എല്ലാ ഏകാത്മവാദികളുടെയും യജമാനനാകുന്നു. അത്തരം ഏകാത്മവാദികൾ ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്ന ഭഗവാന്റെ സ്വകീയമായ തേജസ്സിനുള്ളിൽ സംലയിക്കുന്നു. എന്നാൽ ഭക്തർ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ പ്രവേശിക്കുന്നു. ആ ലീലകളെ ഒരിക്കലും ഭൗതികമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ഓം അജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനശലാഖ്യാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ नमो विष्णुपदाय कृष्णकृष्णाय भूतले श्रीमद् भक्तिवेदांत स्वामी नामे नमस्ते सारस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशधारणे
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. അപ്പൊ ഇന്ന് നമ്മള് ഭഗവാന്റെ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വായിക്കുന്നത് അല്ലെ. ഇന്ന് അഗേജന പ്രഭു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഈ രണ്ട് ശ്ലോകങ്ങളും? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നുണ്ട് പ്രഭു. സോ ഭഗവാൻ പറയുന്നത് സ്പെസിഫിക്കലി എന്താണ്? രണ്ട് ഇതിലും ഭഗവാൻ പറയുന്നുണ്ട് ത്വാം അകിഞ്ചന ഗോചരം എന്നും പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തില് ദേവരണ നമോ അകിഞ്ചന വിത്തായ എന്നാണ്. ഓക്കെ, അപ്പൊ ഭഗവാൻ ആരുടെ സ്വത്താണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ, ആർക്കാണ് ഭഗവാന്? നമ്മൾ പറയത്തില്ല, നമുക്ക് പല സ്വത്തുക്കളുണ്ടെങ്കിലും ഭഗവാൻ ആരുടെ സ്വത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? അത് ഭഗവാന്റെ ഭക്തന്മാരായിരിക്കും. എങ്ങനെയുള്ള ഭക്തനായിരിക്കും? ഭൗതികതയെ പറ്റി തീണ്ടാത്ത, അല്ലെങ്കിൽ ഭൗതികത തീണ്ടാത്ത വ്യക്തികൾ, അവരാണ് ശരിക്കും യഥാർത്ഥമായിട്ട് ഭഗവാന്റെ ഭക്തർ. പൊതുവെ ഈ ഭക്തിയുത സേവനത്തിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ജന്മൈശ്വര ശ്രുതശ്രീബീഡം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വലിയൊരു ജനനം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം ഭൗതികമായ ധനം ഉള്ളപ്പോഴും, അല്ലെങ്കിൽ വളരെയധികം പാണ്ഡിത്യം ഉള്ളപ്പോഴും, അല്ലെങ്കിൽ വളരെയധികം സൗന്ദര്യം ഉള്ളപ്പോൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കും എന്നാ പറയുന്നത്? മതമുണ്ടാക്കും. ഓക്കെ, അപ്പോ ജന്മം നമ്മുടെ എല്ലാം ഉള്ളില് അത് മതത്തെ സൃഷ്ടിക്കും. അപ്പോ അവർക്ക് തങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. ഭക്തിയുത സേവനത്തിനെ പറ്റി അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാര്യം അവര് മതത്താൽ നിൽക്കുന്നുണ്ട്, അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാർ അവരെന്താ ചെയ്യണം? നമ്മൾ പറയണവര് കേൾക്കും. അവർക്ക് നമ്മൾ പറയണതൊന്നും കേൾക്കാൻ സമയം ഉണ്ടാവില്ല. പകരം അവരെന്ത് ചെയ്തു എന്നുള്ളത്, അവരുടെ മഹാത്മ്യം നമ്മളെ പഠിപ്പിക്കലാണ് ലക്ഷ്യം. ഒരിക്കലും നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഗിരിരാജ് മഹാരാജ് അദ്ദേഹം ഒരിക്കലും ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോ ഒരു വലിയൊരു ധനികനെ കണ്ടു. അപ്പൊ ഈ ധനികൻ മഹാരാജിനെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളിക്ക് മഹാരാജിന്റെ അടുത്ത് സംസാരിക്കണം. അപ്പോ ഒരു സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ സന്യാസിയോട് കുറച്ച് ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക ചെയ്യണം. അപ്പൊ ഗിരിരാജ് മഹാരാജിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ വലിയ ഭക്തനാണ്, നമ്മുടെ കുടുംബപരമായിട്ട് നമ്മളെല്ലാം ഭക്തന്മാരാണ്, നമ്മള് തുളസി ഇടാതെ ഒരു സാധനം പോലും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് വെള്ളിച്ചപ്പ് എന്തായിരുന്നു അത് തുറന്നിട്ട് ഭഗവാന് അതിനകത്ത് കുറെ തുളസി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പുള്ളി ഗിരിരാജ് മഹാരാജിനെ കാണിക്കുകയാണ്, ഞാൻ ഈ തുളസി ഇടാതെ ചായ പോലും കുടിക്കത്തില്ല. അപ്പോ ഗിരിരാജ് മഹാരാജ് അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊന്നും കേൾക്കണ്ട. എന്തുകൊണ്ടാണ്? ഐശ്വര്യം കൂടുതലാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്തും നമ്മളുടെ ഈ മൂവ്മെന്റിലും ഭക്തന്മാരുണ്ട്, വളരെയധികം ഐശ്വര്യത്തിലോ ജനിച്ച ഭക്തന്മാരുണ്ട്. ആൽഫ്രഡ് ഫോർഡിന്റെ പൗത്രൻ അംബരീഷ് ദാസ, അദ്ദേഹം വളരെ വലിയൊരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഈ മതം ഇല്ല. അപ്പൊ പൊതുവെ 99% ആൾക്കാർക്കും എന്താ ഉണ്ടാകും? ഈ ഒരു ഹൈ പാരന്റേജ്, വലിയൊരു ജന്മം കിട്ടിയാണെങ്കിൽ, ഇതൊക്കെ കിട്ടിയാണെങ്കിൽ അവർക്ക് ഈ ഭക്തിയുത സേവനത്തിനോട് താല്പര്യം തോന്നില്ല. പക്ഷെ ആർക്ക് ഭക്തിയുത സേവനത്തിലേക്ക് വേഗം താല്പര്യം തോന്നാം? അതാണ് അകിഞ്ചന ഗോചരം എന്ന് പറയുന്നത്. ഇപ്പൊ പദ്യാവലിയില് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഭഗവാനെ
നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് നമ്മൾ പറയും ദീനബന്ധു ജഗത്പതി എന്നാ പറയണം അല്ലെ. അങ്ങ് സുഖബന്ധു അല്ല ശരിക്കും. സുഖിക്കുന്നവരുടെ ബന്ധുവല്ല ഭഗവാൻ. ഏത് സുഖമാണ്? ഭൗതികമായ ഭൗതിക സുഖങ്ങളിൽ വ്യാപൃതരായവർ അല്ലെങ്കിൽ ഭോഗങ്ങളിൽ ആകൃഷ്ടരായവരുടെ ബന്ധുവല്ല. ദീനബന്ധുവാണ് അദ്ദേഹം. അപ്പോ ഒരു ഭക്തൻ പറയണം ദീനബന്ധു ഇതി നാമ തേ സ്മരൺ യാദവേന്ദ്രോ പതിതോഹം ഉത്സാഹേ എന്നാ പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാര്യം ഭഗവാനെ ആർക്ക് ഭഗവാന്റെ അടുക്കൽ പ്രാപിക്കാം അല്ലെങ്കിൽ ആശ്രയിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നല്ല കുലത്തിൽ ജനിച്ചവർക്കേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല കുലത്തിൽ ജനിക്കണമെന്നില്ല. സോ അതൊരു ക്വാളിഫിക്കേഷൻ അല്ല. നല്ല കുലത്തിൽ ജനിക്കണം. വിതുരര് അദ്ദേഹം ജനിച്ച ഏത് കുലത്തിലായിരുന്നു? ശൂദ്രനായിട്ടല്ലേ. അപ്പോ അല്ലെങ്കിൽ നമ്മൾ നോക്കുക രാക്ഷസ കുലത്തിൽ ജനിച്ചതാണ് ബലി മഹാരാജ് അല്ലെങ്കിൽ വിഭീഷണൻ. ഇവർക്ക് ആർക്കും ഇപ്പൊ നല്ല കുലത്തിൽ ജനിക്കുന്നതാണ് ഭക്തിയുത സേവനത്തിന്റെ യോഗ്യത എന്ന് പറയണമെങ്കിൽ ഇവർക്ക് ആർക്കും ഭക്തന്മാരാൻ പറ്റില്ല. പ്രഭു, ഈ നല്ല കുലം എന്ന് പറയുന്നത് എന്താണ്? നല്ല കുലം കുറച്ച് പണമാണോ? അതോ അല്ല, ഉന്നത കുലങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ? അവര് പരമ്പര ഒരു ഉന്നത കുലജാതരാണെന്ന് പറഞ്ഞു വെച്ചാൽ ഹൈ പാരന്റൈസ് എന്ന് പറഞ്ഞാൽ അവര് എന്താണ് നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ഉത്തമ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു ഹൈ പാരന്റേജ് ആയിട്ടുള്ള ഫാമിലീസ് എന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുലത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ വ്യക്തിത്വ സേവനം ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും പറ്റില്ലേ? അപ്പൊ അതിനെ എതിർക്കുകയായ അപ്പൊ ദീനബന്ധു ഇതി നാമ തേ സ്മരൻ യാദവേന്ദ്രോ പതിതൂഹം ഉത്സാഹേ. അപ്പോ ഭഗവാനെ എനിക്ക് ആ വലിയ ഇതൊന്നുമില്ല, ഉന്നത കുലജാതനൊന്നും അല്ല ഞാൻ. അതേപോലെ എനിക്ക് അല്ലെങ്കിൽ പറയണം ഭക്തിയുത സേവനത്തിലേക്ക് വരുന്നവൻ അയാൾക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം. സംസ്കൃതങ്ങളെ പറ്റിയൊക്കെ അറിയണം, വ്യാകരണ ശാസ്ത്രം അറിയണം, ഉപനിഷത്തുകളെ കുറിച്ചുള്ള ഗ്രാഹ്യം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണമെങ്കിൽ ഇതൊന്നും അറിയാത്ത ഭഗവാൻ എത്രയോ ഭക്തന്മാരുണ്ട്. പൂന്താനത്തിനെ നോക്കുക. ഇപ്പൊ പൂന്താനത്തിന്റെ ഭക്തിയാണ് ഭഗവാന് നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹവും ഭക്തനായിരുന്നു. പക്ഷെ ഭക്തിയിലും ഉന്നമനം നമ്മൾ നോക്കേണ്ടത് പാണ്ഡിത്യത്തിന്റെ ബേസിസിലല്ല. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ചെറിയൊരു ഭക്തനല്ല, അദ്ദേഹം വളരെ ഉയർന്ന ഒരു ഭക്തനാണ്. പക്ഷേ നമുക്ക് ആ ഒരു വ്യത്യാസം, ഭഗവാന്റെ വ്യത്യാസം നമുക്ക് കാണാം അല്ലെ. ഭഗവാൻ ഒരു പക്ഷാഭേദം കാണിച്ചു. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അങ്ങക്ക് ഭക്തനുമാണ്, അതുപോലെ തന്നെ അങ്ങക്ക് സംസ്കൃതമൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ സൈഡിൽ നിൽക്കാം. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു എനിക്ക് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുടെ വിഭക്തിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? പൂന്താനത്തിന്റെ ഭക്തിയാണ്. അപ്പോ ശുദ്ധ അല്ല ഈ ശ്ലോകങ്ങളും എല്ലാം നമുക്ക് അറിയാവുന്നതല്ല ഇതിന്റെ ഭക്തിയുടെ ലക്ഷണം. അല്ലെങ്കിൽ വളരെയധികം സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ ഭക്തിയുത സേവനത്തിൽ പറ്റൂ. ഇതൊന്നുമല്ല ഭക്തിയുത സേവനത്തിന്റെ ലക്ഷണം. ആരാണ് ഈ ഭൗതികമായിട്ടുള്ള തൃഷ്ണയുള്ളവര് അവർക്ക് ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ പറ്റില്ല. ആർക്കാണോ ഈ ഇംപെഡിമെന്റ്സ്, ഈ ബ്ലോക്സ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറെ ബ്ലോക്കേജസ് ഉണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, ഇതില്ലാത്തവർക്ക് അവർക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ചൈതന്യ മഹാപ്രഭു അതാണ് പറയുന്നത്. ഈ നന്ദതനുജ കിങ്കരം പതിതം മാം വിഷമയം കൃപയാ തവ പാദ പങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയ. എന്താണ്? ഞാൻ പതീതനാണ്,
പതിതം മാം വിഷമേ ഭവാം. ഈ ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കണം. നമ്മള് ഈ ഭവാംബുദിയില് വളരെ വിഷമിക്കുന്നതിന്റെ കാരണം നമ്മൾ പതീതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലയോ ഭഗവാനെ നമുക്ക് വേറെ ആശ്രയമൊന്നുമില്ല, എനിക്ക് വേറെ ശരണാഗതിയൊന്നുമില്ല. എന്റെ ഒരേ ഒരു ശരണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങാണ്. ഞാൻ അങ്ങേ ആശ്രയിക്കണം, മധുസൂദന അല്ലെങ്കിൽ വാസുദേവ, അങ്ങ് എന്നെ പരിരക്ഷിക്കണം എന്നാ പറയുന്നത്. എനിക്ക് വേറെ ആരും എന്നെ പരിരക്ഷിക്കണ്ട. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻ ജന്മത്തിലോ ഞാൻ ശരിക്കും അങ്ങയെ ഒന്ന് ധ്യാനിച്ചിട്ടില്ല ഭഗവാനെ, അല്ലെങ്കിലും അങ്ങയെ ഞാൻ സ്തുതിച്ചിട്ടില്ല ശരിക്കും. ഒരല്പം പോലും എൻ്റെ ഉള്ളില് ഭഗവാനെ അങ്ങക്ക് സന്തോഷം വരണം, അങ്ങക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അങ്ങക്ക് സന്തോഷം ലഭിക്കണം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണത്തില്ല. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും വിഷമിക്കുന്നത്, ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടും. പക്ഷെ ഭഗവാനെ ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ത്വാം കാരുണ്യനിധേ വിദേഹി, അങ്ങ് കാരുണ്യത്തിന്റെ ഉറവിടമാണ്. അങ്ങ് കാരുണ്യത്തിന്റെ എന്താണ് ഓഷ്യനാണ്, നമ്മൾ പറയത്തില്ല, സമുദ്രമാണ്, കരുണാസമുദ്രം. ഈ കരുണാസമുദ്രം അങ്ങ് കരുണാസമുദ്രമായതുകൊണ്ട് അങ്ങക്ക് എന്നിൽ കാരുണ്യ വർഷം, ഈ കാരുണ്യ വർഷം, ഈ സമുദ്രത്തിന് കുറച്ച് ജലം നമുക്ക് തരാൻ വളരെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് ഭഗവാന്റെ അടുത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങളിലോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. അതാണ് ഇംപെഡിമെന്റ്സ്, ബ്ലോക്സ് ആണ്, സിഗ്നലിന്റെ ബ്ലോക്സ്. അപ്പൊ ഇത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ശുദ്ധമായ പ്രേമമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റില്ല ഇതുണ്ടെങ്കിലും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം, അത് ശുദ്ധനാമം ഒരു പ്രാവശ്യം ജപിച്ചാൽ നമുക്ക് ഭഗവാന്റെ അസോസിയേഷൻ നമുക്ക് കാണാം, ഭഗവാനെ ദർശിക്കാൻ പറ്റും ഒരു പ്രാവശ്യം ശുദ്ധനാമം ജപിക്കുകയാണെങ്കിൽ. നമ്മൾ അജാമിള മോക്ഷത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ആ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, അജാമിളൻ ആദ്യത്തെ തവണ തന്നെ നാരായണന്റെ നാമം വിളിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പോയത്, ഫസ്റ്റ് ടൈം. പിന്നെ വിളിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ബാങ്ക് അക്കൗണ്ട് കൂട്ടുകയായിരുന്നു. അപ്പോ നാമത്തിന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രോളം ശക്തിയുണ്ട്. ഒരു ശുദ്ധനാമം കൊണ്ട് എല്ലാ പ്രപഞ്ചങ്ങളെയും നമുക്ക് പവിത്രീകരിക്കാൻ പറ്റും. കാരണം ആ നാമം ഭഗവാനിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെന്തിനാ നമ്മൾ 16 മാല ജപിക്കുന്നത്? നമുക്ക് ആ ശുദ്ധനാമം ജപിക്കാൻ പറ്റില്ല. ശുദ്ധനാമം സ്വയം സ്ഫുരത്തി വരണം. നമ്മുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് ശുദ്ധനാമം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഭഗവാൻ നമ്മളോട് പ്ലീസ്ഡ് ആയിട്ട് ഭഗവാൻ ആ നാമത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് പറയണം. അപ്പോ അതിനെന്ത് വേണം? നമുക്ക് ഈ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഭഗവാനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആവും. അപ്പോ എപ്പോഴാണ് നമുക്ക് ചുറ്റും ഉള്ള എല്ലാ വസ്തുവകകളും നമുക്കുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് വരുന്നത്, ഭഗവാനെ എനിക്ക് ആരും ആശ്രയമില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് പരിചയമുണ്ടാവും, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തികൾ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തില് ഇതൊന്നും എന്റേതല്ലെന്ന് ആര് മനസ്സിലാക്കുന്നു? ഇതൊന്നും എന്നെ രക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി, അവിടെയാണ് അയാൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാകുന്നത്.
നമ്മൾ ഗൗഡിയ പരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സനാതന ഗോസ്വാമി അല്ലെങ്കിൽ രൂപഗോസ്വാമിയൊക്കെ അവർ വളരെ ധനികരായിരുന്നു. അപ്പോ ആ അത്രയും ധനമുണ്ടായിട്ട് അവര് ഭക്തിയുത സേവനം ചെയ്യാതിരിക്കുകയല്ലായിരുന്നു. ഈ ധനത്തിലൂടെ ഈ ധനം സ്വരൂപിച്ചുകൊണ്ട് അവര് ഭക്തിയുത സേവനം ചെയ്യാറുണ്ട്. സനാതന ഗോസ്വാമി എന്താ ചെയ്തത്? അദ്ദേഹം 10-30 ബ്രാഹ്മണരെ വിളിച്ചിരുത്തിട്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതം കേൾക്കുകയായിരുന്നു. അത് അദ്ദേഹം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു ശ്രീമദ് ഭാഗവതത്തിന്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ തങ്ങൾ താമസിക്കുന്ന സ്ഥലം വൃന്ദാവനം പോലെ ആക്കിയായിരുന്നു. വൃന്ദാവനത്തിലെ എല്ലാ ഒരു പ്രതിഭ മൂർത്തിയെ പോലെ അവര് താമസിക്കുന്ന സ്ഥലത്ത് വെച്ചു. പിന്നെന്തിനാ അവരിതെല്ലാം പരിത്യജിക്കേണ്ട കാര്യം എന്താ? കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ യഥാർത്ഥമായിട്ടുള്ള അകിഞ്ചന ഭക്തി അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിനു വേണ്ടി പോയി. അവർക്ക് യാതൊരു നഷ്ടമില്ല. നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും, സനാതന ഗോസ്വാമി വെറുതെ ആ ചിന്താമണി കളഞ്ഞു. എന്തുകൊണ്ടാണ് കളയുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ഷർട്ട് ഉണ്ടെന്ന് വിചാരിക്കും, ഉടുപ്പുകൾ, വളരെയധികം ഉടുപ്പുകൾ ഉള്ളപ്പോൾ നമ്മൾ പുതിയതാണെങ്കിൽ പഴയാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ എടുത്തിക്കണം. അത്ര മൂല്യമേ നമ്മൾ വെക്കത്തുള്ളൂ ഒരു സാധനത്തിന്, അല്ലെ? അതേപോലെ സനാതന ഗോസ്വാമിയുടെ കയ്യിൽ അത്രത്തോളം ധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ധനം? ഭഗവാൻ, ഭക്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചിന്താമണി അദ്ദേഹം കുറെ വിചാരിച്ചൊന്നുമില്ല. പക്ഷെ ചിന്താമണി ഇത് ബ്രാഹ്മണന് കൊടുക്കണോ? അത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്കത് വിവരിക്കത്തില്ല. ഒന്നുമില്ല. സനാതന ഗോസ്വാമി അതിനൊരു ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ചിരുന്നത് ആ ഒരു ചവറ്റുകൊട്ടയിലും നിക്ഷേപിച്ചിരുന്നത്. അതിനേക്കാൾ വലിയ ധനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സനാതന ഗോസ്വാമിക്ക് അത്ര വലിയ ഇന്റലിജൻസ് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു. മഹാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കൈവശം ഭൗതികമായിട്ടൊന്നുമില്ല, പക്ഷെ ആധ്യാത്മികമായിട്ടെല്ലാം ഉണ്ട്. ആധ്യാത്മികമായിട്ടുള്ള ധനമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭഗവാൻ നോക്കിക്കോളും അദ്ദേഹത്തിന്റെ കാര്യം. നമുക്ക് യാതൊരു സംശയമില്ലാത്ത പറയാം, ഭഗവാനുമായിട്ട് ശരണാഗതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തന്റെ കാര്യങ്ങള് ഭഗവാൻ നോക്കിക്കോളും. ഇപ്പൊ നരോത്തമന്മാർ നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ സന്യാസി വര്യന്മാര് അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, അവർക്ക് പ്രോപ്പർട്ടീസ് ഇല്ല, അവർക്കറിയില്ല യഥാർത്ഥത്തിൽ തന്റെ അടുത്ത ഭക്ഷണം എവിടുന്ന് കിട്ടുമെന്ന്. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട് ഭഗവാനിൽ. അടുത്ത ഭക്ഷണം വേണമെങ്കിൽ ഭഗവാൻ തരും. നമ്മുടെ മാധവേന്ദ്രപുരി അങ്ങനെയല്ലായിരുന്നു, ആരോടും ഒന്നും ചോദിക്കത്തില്ലായിരുന്നു. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നു കഴിഞ്ഞാൽ അദ്ദേഹം കഴിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഫാസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഭക്തന്മാര് ഭഗവാനിൽ സമർപ്പിതനാവുന്നത്. തന്റെ കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളൂ എന്ന് പറയും. തന്റെ അറ്റാച്ച്മെന്റ്സ് അല്ല, തന്റെ പ്രോപ്പർട്ടി അല്ല, തന്റെ പരിചയക്കാരല്ല, അല്ലെങ്കിൽ തന്റെ ബാക്കിയുള്ള ശക്തികളല്ല, വിശ്വാസം ഭഗവാനിലാണ് വെക്കുന്നത്. ദ്രൗപദി ആലോചിച്ച് നോക്കിയേ, ദ്രൗപദിയെ പരിരക്ഷിച്ചത് എന്തെല്ലാം ഉണ്ട്, എന്നാലും ദ്രൗപദിയെ പരിരക്ഷിച്ചത് അവസാനം ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഏതൊരു വ്യക്തിയുടെയും യഥാർത്ഥമായിട്ടുള്ള പ്രൊട്ടക്ടർ, ഏതൊരു വ്യക്തിയെയും നമ്മെ എല്ലാവരെയും പരിരക്ഷിക്കുന്ന ഒരാള്, നമ്മുടെ എല്ലാം യഥാർത്ഥമായിട്ടുള്ള മിത്രം ഒരേ ഒരാൾ. ഇതാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. തനിക്ക് ചുറ്റുമുള്ളതൊന്നുമല്ല. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള മിത്രം ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മിത്രത്തിനോട് കൂടുതൽ അടുക്കുക, ആ മിത്രത്തിന്റെ സന്തോഷം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ആ ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ എത്തിക്കുക.
പ്രോബബ്ലി ദിവസം മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവബോധം ഇതായിരിക്കണം, ഭഗവാനെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ഭക്തിയുത സേവനം അങ്ങേക്ക് അത്യധികം സുഖം കിട്ടണം. ഇതായിരിക്കണം പ്രാർത്ഥന. ഇപ്പൊ ഞാൻ ചിലപ്പോ ഒരു എന്താ പറയണം, ഒരു ഭഗവാന് നൈവേദ്യം നൽകിയായിരിക്കും. ഭഗവാനെ അങ്ങക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുഖം ഈ അർപ്പിക്കുന്ന നൈവേദ്യത്തിൽ നിന്ന് അങ്ങക്ക് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ആരതി ചെയ്യായിരിക്കും. ഞാൻ ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും കൂടുതൽ സുഖം അങ്ങക്ക് ഈ ആരതി ചെയ്യുമ്പോൾ അങ്ങക്ക് കിട്ടണം. അപ്പോ ഇതായിരിക്കണം നമ്മളുടെ ഭക്തിയുത സേവനത്തിന്റെ ഓരോ ലക്ഷ്യം. ഭഗവാനെ സന്തുഷ്ടനാക്കുക. സന്തുഷ്ടനാക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ അങ്ങക്ക് ഏറ്റവും അധികം സുഖം കിട്ടണമേ എന്ന് നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഭഗവാൻ വിചാരിക്കും, ഇവൻ ആരടാ, എന്ത് ചെയ്താലും എന്റെ സുഖം കാക്ഷിക്കുന്ന. അപ്പൊ ഇപ്രകാരം നമുക്ക് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാം. ഹരേ കൃഷ്ണ. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ? നമ്മള് ആരതി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ജപിക്കുമ്പോഴും ഒക്കെ നമുക്ക് സന്തുഷ്ടി ഉണ്ടെങ്കിൽ ഭഗവാനും സന്തുഷ്ടനായെന്ന് നമുക്ക് തോന്നും. അവിടെയാ നമുക്ക് അതെ, ഭഗവാൻ സന്തുഷ്ടനായാൽ നമ്മളും സന്തുഷ്ടനാണ്. തസ്മിൻ തുഷ്ടേ ജഗത്. ഉള്ളിലൊരു സന്തുഷ്ടി, ഒരു എന്തോ ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം വരുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ടല്ല, അതിന്റെ ഉറവിടം ഭഗവാനാണ്. ഭഗവാൻ ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമുക്കും അത് വരുന്നത്. അതെ, ഭഗവാൻ സന്തുഷ്ടനാകുമ്പോ നമുക്കും സന്തുഷ്ടി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്റെ സന്തുഷ്ടി ആവരുത്, അതാണ് നമ്മളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്മള് മുമ്പിൽ കാണുന്ന ഒരു അനുഭവം, അത് നമുക്ക് ഇൻസ്പിറേഷൻ ആവുമല്ലോ. നമ്മള് കഴിഞ്ഞ ശനി ഞായറും നിങ്ങളും ഇവിടെ മധുരയിലായിരുന്നു, ഗുരുവാജ്ഞ പ്രോഗ്രാമിലായിരുന്നു. ആ പ്രോഗ്രാമിന്റെ ഫുൾ അതിന്റെ കോർഡിനേറ്റർ, അതിന്റെ എക്സ്പെൻസ് വരുന്ന എല്ലാം ബൽറാം ഗോവിന്ദ പ്രഭുവാണ്, തങ്കമയിൽ ജ്വല്ലറിയുടെ. അതുകൊണ്ട് ഇപ്രാവശ്യം അതിന്റെ 5-6 കോടി ആവും എന്നാണ് പറഞ്ഞത് മൊത്തം എക്സ്പെൻസ്. എല്ലാവർക്കും ഫുൾ അക്കോമഡേഷൻ, പ്രസാദം എല്ലാം ഫ്രീ ആണ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആണ്. പക്ഷേ ഈ പ്രഭുവിനെ കണ്ടു കഴിഞ്ഞാല് പുള്ളിയാണോ നടത്തുന്ന ആളെന്ന് നമുക്ക് കണ്ടാൽ തോന്നും, നമുക്ക് അറിയില്ല. അത് ആരെങ്കിലും പറയണം, ഇദ്ദേഹമാണ് ഇതിന്റെ ആള് എന്ന് പറയണം. അല്ലാതെ സാധാരണ ഒരു എന്താ പറയാ, സാധാരണ ഒരു വ്യക്തിയെ പോലെ, ഒരു പ്രത്യേകിച്ച് പവിത്രമാലയോ അല്ലെങ്കിൽ ഒന്നുമില്ല. പുള്ളി ചില ആൾക്കാരെ കണ്ട് കുറ്റം പറയല്ല ഞാൻ, പവിത്രമാല, ഒരാൾ ഞങ്ങൾ ഒരു ഡിവോട്ടി സ്വർണ്ണമാല എടുത്ത് കഴുത്തിന്റെ കോളന്റെ പുറത്തുപോയിട്ട് നടക്കുന്നുണ്ട് ഒരാൾ, അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ ഇദ്ദേഹത്തിനെ കണ്ടാൽ നമുക്ക് ഇദ്ദേഹമാണ് നടത്തുന്ന ആളെന്ന് തോന്നുകയല്ല. നമുക്ക് ആരെങ്കിലും പറയണം, ഇദ്ദേഹമാണ് ഇതിന്റെ മൊത്തം പ്രൊപ്പറേറ്റർ. നമ്മൾ നമുക്കിപ്പം പുരാണത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്, സാധാരണ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായി. പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് ഇങ്ങനെയും ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് നമുക്കത് പ്രത്യേക പ്രമാണം നമുക്ക് മനസ്സിലാവും. സത്യം അത് പറഞ്ഞാൽ നമുക്ക് അത് അത്ഭുതം തോന്നിയത്. താങ്ക് യു ബ്രോ, നല്ലൊരു എക്സാമ്പിൾ ആണ്. മാതാജി, ലത മാതാജി എന്തോ ചോദിച്ചല്ലോ. ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ, ആരതി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ടെൻഷനാ, അതായത് ചെയ്യുന്നത് ശരിയാവുണ്ടാവോ, ഭഗവാന് ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ പോക്, അതൊക്കെ എന്തുകൊണ്ടാ അങ്ങനെ തോന്നിക്കുന്നത്? ഓക്കെ, അവിടെ ഭഗവാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തോന്നലായതുകൊണ്ട് അതുകൊണ്ട് തെറ്റില്ല മാതാജി. കാരണം ഭഗവാൻ സന്തുഷ്ടനായോ എന്ന് ചോദിക്കില്ലേ, ദാറ്റ് ഈസ് ഫൈൻ. ഭഗവാൻ നോക്കുന്നത് എന്താണ്? ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം എന്നല്ലേ പറയണം. സോ കൃഷ്ണൻ നോക്കുന്ന അതാണ്, നമ്മൾ ഓഫർ ചെയ്യുന്ന സാധനത്തിലല്ല, അതിന്റെ ആ പിന്നിലുള്ള അവബോധത്തെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. സോ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു കേന്ദ്രീകൃതമായിരിക്കണം, നമ്മുടെ അവബോധം ഭഗവാനിലാണ്, ഭഗവാൻ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയിൽ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് നമ്മുടെ ഒരു ഭക്തിയുത സേവനത്തിന്റെ ഒരു തുടക്കം തന്നെയാണെന്ന് പറയാം. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ.
നമ്മൾ സമർപ്പിക്കുന്ന ആ ഭാവമാണോ പ്രഭു വേണ്ടത്? ആ ഭാവം. അതെ, ആ, യഥാർത്ഥത്തിൽ ഭാവം പെട്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ സമർപ്പിച്ച് വരുമ്പോഴാണ് ഭാവം വരുന്നത്. അതെ. അല്ലേ? അതിന്റെ അർത്ഥം നമ്മൾ ഭാവം മാത്രം മതി എന്ന് പറയാനും പറ്റത്തില്ല. കാരണം എന്താണോ സമർപ്പിക്കുന്നത് തുടരെ സമർപ്പിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഈ സമർപ്പണം മാത്രം പോരാ, സമർപ്പണത്തിന്റെ പുറകിൽ ഭാവം കൂടി വേണമെന്ന് മനസ്സിലാക്കും. നമ്മൾ ഭഗവാനേന്ന് വിളിക്കുമ്പോ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥ വരും. അതെ, ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഒരു ചെറിയ സംശയം ചോദിക്കൂ. കൊടുത്തിട്ടുണ്ട് ഈ 26-ാം ശ്ലോകത്തില്. ഉന്നതകുലം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, വശ്യമായ സൗന്ദര്യം എന്നീ 4 ഭൗതിക നേട്ടങ്ങൾ ആത്മീയ പുരോഗതിക്ക് അയോഗ്യതകളാണെന്ന് പറയാം. അത് ശരിയാണോ പ്രഭു? അതെ, അതാണല്ലോ നമ്മൾ സംസാരിച്ചത് കാര്യം. ഇത് ഭക്തിയുത സേവനത്തിനൊരു വിഘാതമായിട്ടാ പറയുന്നത്. കുന്തിദേവി പ്രാർത്ഥിക്കുന്ന അതാണ്. ഇതെല്ലാം എനിക്കുണ്ട്, എനിക്ക് ജന്മമുണ്ട്, നല്ല ഉന്നതകുല ജന്മമുണ്ട്, ഐശ്വര്യമുണ്ട്, ക്ഷുതം ഉണ്ട്, ഉണ്ട്. അതുകൊണ്ട് കുന്തിദേവി പറയുന്നത് ഇതൊക്കെ ആക്ച്വലി വിഘാതങ്ങളാണ് അത്ര ഭക്തിയുത സേവനത്തിനുള്ളത്. പക്ഷേ സനാതന പ്രഭുവൊക്കെ ഭയങ്കര പണക്കാരനായിരുന്നല്ലോ പ്രഭു. അതുകൊണ്ട് അവര് ഭക്തിയുതത്തില് അവർ അതീവ താല്പര്യമായി കഴിഞ്ഞപ്പോ അവരതെല്ലാം ഉപേക്ഷിച്ചല്ലോ. അവർക്ക് താല്പര്യം ഉണ്ടായല്ലോ, ഈ ഇത്രയും സമ്പത്തിന്റെ മുകളിലിരുന്നിട്ടും അവർക്ക് താല്പര്യം ഉണ്ടായല്ലോ. അതെ, അവർക്ക് എന്തുകൊണ്ട് താല്പര്യം ഉണ്ടായത്? നമ്മള് ജനറലൈസ് ചെയ്യുമ്പോ നമ്മള് മനസ്സിലാക്കണം എക്സെപ്ഷൻസ് ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, പ്രഹ്ലാദ് മഹാരാജ്, അദ്ദേഹത്തിന് അളവറ്റ് ധനം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പക്ഷെ 99% ആൾക്കാരും ഇത് വന്നു കഴിഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ വരില്ല. 1% ആൾക്കാര് ആരുടെയെങ്കിലും അനുഗ്രഹം കൊണ്ട് അവർക്ക് വരാൻ പറ്റും. അത്യാവശ്യം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഭഗവാന്റെ മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹം ആക്ച്വലി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വിചാരിക്കരുത് സനാതന ഗോസ്വാമിക്ക് മാത്രമേ അനുഗ്രഹം കിട്ടിയുള്ളൂ. എന്താ, നമുക്ക് അംബാനിക്ക് അനുഗ്രഹം കൊടുക്കുന്നില്ലേ? പക്ഷെ അവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. സൂര്യൻ ഒരിക്കലും ഞാൻ ഇന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പ്രകാശം നൽകുമെന്ന് വിചാരിക്കത്തില്ല. അല്ലെങ്കിൽ മേഘം എന്താണ് മഴ പെയ്യിക്കുമ്പോ ഞാൻ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കില്ല, സെപ്പറേറ്റ് അങ്ങനെയില്ല, അവർ ഒരുമിച്ച് കൊടുക്കും. പക്ഷെ ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? സനാതന ഗോസ്വാമി ആക്സെപ്റ്റ് ചെയ്യും. പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു, ഇപ്പൊ ഇതിലിപ്പോ എല്ലാം ഉപേക്ഷിക്കാതെ തന്നെ നമ്മൾ പറയില്ല കോൺഷ്യസ്നെസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല. ഇപ്പൊ നമ്മൾ ജനക മഹാരാജന്റെ നമ്മൾ പറയില്ല അകിഞ്ചനത്വം മഹാസ്വാസ്ഥ്യം പറയൂല്ലോ നമ്മള്. ആ കോൺഷ്യസ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ? കോൺഷ്യസ്നെസ് ഇമ്പോർട്ടന്റ്. കോൺഷ്യസ്നെസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കില്ല എന്ന് പറയണത് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺഷ്യസിലേക്ക് എത്തണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത്. സോ ഇതൊരു ട്രെയിനിങ് ആണ്. കോൺഷ്യസ്നെസ് എത്തുക എന്നുള്ള ഒരു ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിന്റെ ഫലമാണ് സ്ഥിരമായ സ്ഥിരപ്പെടുത്തൽ എന്താണ്? പിന്നെ നമുക്കത് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമ പ്രഭു. അപ്പോ ഈ നമ്മളിപ്പോ സമ്പത്തുണ്ടെങ്കിൽ പോലും സമ്പത്ത് ഇപ്പോ ജോലി ചെയ്താവാം, അല്ലാതെ ആവാം, നമുക്ക് ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമ്പത്തിനോടൊരു അറ്റാച്ച്മെന്റ് വരാതിരിക്കുക എന്നതാണല്ലോ അതിന്റെ ഒരു കാര്യം. അതായത് നമ്മൾ ഡിവോഷണൽ സർവീസിന് വേണ്ടി ആ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാം, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഈവൻ സൗന്ദര്യമാണെങ്കിൽ പോലും നമ്മൾ അതിനോടൊരു അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല എന്നല്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഉള്ള ആൾക്കാരുണ്ടാവാം, പക്ഷെ അതൊക്കെ ഭഗവാൻ തന്നെ കൊടുക്കുന്നതാണ് അതെല്ലാം. അപ്പൊ അതിനോടൊരു വിരക്തി വരണം എന്നല്ലേ അതുകൊണ്ട് അതിന് തടസ്സമാവാൻ പാടില്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. സമ്പത്തുള്ള മനുഷ്യര് സമ്പത്ത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാം. അപ്പൊ അതെ, അതുകൊണ്ട് നമ്മൾ അവർക്ക് മതം കൂടരുത്. ഇത് കാര്യങ്ങൾ പൊതുവെ ആൾക്കാരുടെ മതങ്ങൾ കൂട്ടും, ഭക്തന്മാർക്ക് അത് ചിലപ്പോൾ കൂട്ടിയെന്നിരിക്കത്തില്ല. പൊതുവെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉള്ളത്, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം
എന്താണ് ധനമുള്ള വ്യക്തിയായിരുന്നു. നമ്മള് ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും ചെന്ന് പറയും, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രോഗ്രാമിൽ പറയും. എന്താ ചോദിക്കണേ, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, എന്തിന് ഞാൻ ഭക്തിയുത സേവനം ചെയ്യണം? പൊതുവെ ഭക്തിയുത സേവനം ചെയ്യാൻ പോണവർ ആരൊക്കെയാണ്? എന്തെങ്കിലും ആവശ്യമുള്ളൂ. എനിക്ക് ആക്ച്വലി ആവശ്യമില്ല. അപ്പൊ ഇത് ഒരു പൊതുവെ ഉള്ള ഒരു ഇതാണ് പറയുന്നത്. പക്ഷെ ഇതിൽ അറ്റാച്ച്ഡ് ആകാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പൊ അഗിജന പ്രഭു പറഞ്ഞ പോലെ ഈ ധനത്തിൽ അറ്റാച്ച്മെന്റ് ഇല്ല, പാണ്ഡിത്യത്തിൽ അറ്റാച്ച്മെന്റ് ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് റൂൾ അല്ല. നമ്മൾ എക്സെപ്ഷൻസ് പറയുമ്പോൾ വേറെ എക്സെപ്ഷൻസ്. പ്രഭു അന്നേരം വലിയ ഒരു വേദന വരുമ്പോ വിളിച്ചോളും, ഭഗവാനേന്ന് വിളിച്ചോളും, ഈ സ്വത്തെല്ലാം ഇട്ട് ചോടും. അതെ, അപ്പൊ ഭഗവാന്റെ അനുഗ്രഹമാണ് അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ശരി, ഭഗവാനേന്ന് വിളിച്ചെന്ന് വിചാരിച്ച് ഭക്തനാവത്തില്ലല്ലോ. ഭഗവാനെന്ന് നമ്മൾ വിളിക്കുമ്പോ ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പതിയെ പതിയെ ഭക്തനാവാം. അല്ല പ്രഭു, നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങള്, ധനമില്ല, വേണ്ട, അത് വേണ്ട. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. കാലത്ത് എഴുന്നേറ്റ് അവൻ ജോലിക്ക് പോയില്ലേ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ അന്നേരം ഈ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ? അവന്റെ കുട്ടികളെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ അതല്ല, അവന് നമ്മളെ വിചാരിക്കുന്ന ഒരു സാധാരണ ലെവലിലുള്ള ഒരു വ്യക്തിയും ഒരു നിവൃത്തിയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നോക്കുമ്പോൾ അവനത് ഇതിനകത്ത് വരാൻ ആ ഭക്തിയിലോട്ട് മാർഗം പോകാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് നീ ജോലിക്ക് പൊക്കോളൂ, പക്ഷെ നീ ഭഗവാനെ വിളിച്ചുകൊണ്ട് ജോലിക്ക് പോകാനാ പറയണം. മനസ്സിലായില്ലേ? അങ്ങനെ പറ്റൂ. അപ്പോ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ട് ചെയ്യുക. എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ ഭക്തിയുത സേവനം ചെയ്യില്ല എന്നല്ല. നീ ജോലിക്ക് പൊക്കോളൂ. ഹരേ കൃഷ്ണ. സോറി, ഹരേ കൃഷ്ണ പ്രഭുജി. സതതം കീർത്തനം തോന്നാം, ജോലി എന്തായിക്കോട്ടെ ഭഗവാനെ വിളിക്കുക. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള സ്വത്തും മുതലും സൗന്ദര്യം ഒന്നും ശാശ്വതമല്ലാന്ന് കണ്ട അങ്ങനെ ഒരു ചിന്ത വന്നാ മതി അല്ലേ പ്രഭുജി? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എല്ലാവർക്കും എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ ഈ ശരീരം വെടിയുന്ന സമയത്ത് നമുക്ക് ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ അന്ന് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ്. അത് ഓർമ്മയുണ്ടാവണം. ഹരേ കൃഷ്ണ പ്രഭു, ഈ പറഞ്ഞ റിയലൈസേഷൻ ഈ പണം കൊണ്ട് എല്ലാം, ഈ പണം ഉണ്ട് എന്ന്, അതുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് ആവശ്യമുള്ളത് ഉണ്ട്, അതുകൊണ്ട് ഭഗവാൻ വേണ്ട എന്നുള്ളവർക്ക് ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാലേ അവര് മാറുള്ളൂ. ആ റിയലൈസേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ അറിയില്ല. അതില്ലാതാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടം വരുമ്പോഴേ മനസ്സിലാവുള്ളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാം. ആ റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ അന്ന് ഒരു പറഞ്ഞ പോലെ ആ കോൺഷ്യസ്നെസ് അത് ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള ഡിറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അത് ഭഗവാന് വേണ്ടി ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ വരുള്ളൂ. അതെ, തിരിച്ചടികൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഭാഗവതത്തില് ശ്രീല പ്രഭുപാദർ ഒരു പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഇൻഡയറക്ട്ലി ഈ ഭൗതികവാദികളെ അവരെ പ്യൂരിഫൈ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് അറിയാവോ? ഇൻഡയറക്ട്ലി ഭൗതികവാദികളെ ഭഗവാൻ പ്യൂരിഫൈ ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കുക. ഈ ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ട് ഭഗവാൻ ഇൻഡയറക്ട്ലി ഈ ഭൗതികവാദികളെ പ്യൂരിഫൈ ചെയ്യും. ഭക്തന്മാരെ ഡയറക്ട്ലി പ്യൂരിഫൈ ചെയ്യും, ബാക്കിയുള്ളവരെ ഇൻഡയറക്ട്ലി പ്യൂരിഫൈ ചെയ്യും, മായയുടെ ത്രൂ, മായ ഏജൻസി വഴി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. താങ്ക് യു മാതാജി. അപ്പൊ താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की कृपा सिंधुभ्यो जयतानं पावनेभ्यो वैष्णवेभ्यो। ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാനെ രക്ഷിക്കണേ.